കർഷകനായ കണാരന്റെ വീട്ടിൽ എലിശല്യം പെരുകി. എങ്ങനെയെങ്കിലും എലികളെ ഇല്ലാതാക്കാൻ പല വഴികളും പയറ്റി നോക്കി. ഒടുവിൽ അയാളൊരു പൂച്ചയെ വാങ്ങി. സരസു, ഇന്നു മുതൽ എലികളുടെ കഷ്ടകാലം തുടങ്ങിക്കഴിഞ്ഞു. പത്തായപ്പുരയിലെ ധാന്യങ്ങളെല്ലാം തിന്ന് എലികൾ സുഖിച്ചു കഴിയല്ലേ. ഇനി എലികളെ ഒന്നൊന്നായി തിന്ന് ഈ പൂച്ചയ്ക്ക് ഇവിടെ സുഖമായി കഴിയാം. ഇവനെ നമുക്ക് മിട്ടു എന്ന് വിളിക്കാം. ആ കൊള്ളാം, മിട്ടു, മിട്ടുപൂച്ച. മിട്ടു, മിട്ടുപൂച്ചേ. അയ്യോ പൂച്ച, ഇനി ഇവിടെ നിന്നാൽ അപകടമാ. എത്രയും വേഗം കൂട്ടുകാരെ അറിയിക്കണം. മിട്ടു എന്ന പേര് അവന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നീ വേഗം അവന് പാലെടുത്തു കൊടുക്ക്. പാലും നെയ്യും ഒക്കെ കഴിച്ച് മിട്ടു അങ്ങ് തടിച്ചു കൊഴുക്കട്ടെ. എലികളെ പിടിക്കാനുള്ളതല്ലേ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. മിട്ടുപൂച്ചയെ പേടിച്ച് എലികൾ മാളത്തിൽ നിന്നും പുറത്തിറങ്ങാതെയായി. ആ പൂച്ചയെ ഇവിടെ നിന്ന് ഓടിക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ദിവസങ്ങളായി. ആരെങ്കിലും എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചെങ്കിൽ പറ. ഹോ, തല പുകഞ്ഞ് ആലോചിച്ചിട്ടും ഇതുവരെ ഒരു വഴിയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ആശാനെ. എങ്കിൽ എത്രയും വേഗം നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറുന്നതാണ് നല്ലത്. അതുവരെ ആരും അവന്റെ മുന്നിൽ ചെന്ന് പെടാതിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ അടുക്കളയിലിരുന്ന് ഒരു തേങ്ങാമുറി തിന്നുകയായിരുന്നു. ആ സമയം ആ പൂച്ച അവിടേക്ക് വന്നു. അയ്യോ, എന്നിട്ടോ? അവൻ മെല്ലെ എന്റെ അടുത്തേക്ക് നടന്നെടുത്തു. ഞാൻ ആ തേങ്ങാമുറിയും കടിച്ച് കിടുകിടാ ഉറച്ചങ്ങനെ നിൽക്കുമ്പോ എന്റെ അടുത്തൂടെ അവനങ്ങ് കടന്നുപോയി. അയ്യോ, എന്നിട്ടവൻ നിന്നെ ഒന്നും ചെയ്തില്ലേ? അവനെന്നെ കണ്ടിട്ടും കാണാത്ത പോലെയാ കടന്നുപോയത്. എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അതെന്താണെന്ന് ഞാൻ പറയാം. ഈ വീട്ടുകാർ കൊടുക്കുന്ന പാലും മുട്ടയും ഇറച്ചിയും മീനും ഒക്കെ കഴിച്ച് തടിച്ച് കൊഴുത്തിരിക്കുക ആ പൂച്ച. നമ്മളെ എല്ലാവരെയും ഒറ്റയടിക്ക് തിന്നു തീർക്കാനാവും അവന്റെ പരിപാടി. കൂട്ടുകാരെ കൂട്ടുകാരെ കൂട്ടുകാരെ, ഒച്ച വെക്കാതെ കാര്യം എന്താണെന്ന് പറയടൂ. നമ്മുടെ കുഞ്ഞനെലിയും അവിടുത്തെ തടിയൻ പൂച്ചയും കൂടെ അവിടെ അവിടെ. അയ്യോ, നമ്മുടെ കുഞ്ഞനെ അവൻ. എല്ലാരും വാ. നീ ആള് കൊള്ളാലോ, മഹാകുസൃതിയാണല്ലോടെ നീ. എന്താ നിന്റെ പേര്? ഞാൻ കുഞ്ഞൻ. ചേട്ടന്റെ പേരെന്താ? ഞാൻ മിട്ടു. എല്ലാവരും എന്നെ മിട്ടുപൂച്ചയെന്ന് വിളിക്കും. എലികളുമായിട്ടാണോ നിന്റെ കൂട്ട്? കടിച്ച് കൊല്ലട എലിയെ. അയ്യോ, ഓ, ആ എലി രക്ഷപ്പെട്ടല്ലോ. ഒരു ചുണ്ടലിയെ പോലും പിടിക്കാൻ നിന്നെ കൊണ്ടാവുന്നില്ലല്ലോ മിട്ടു. ഓ പൂച്ച, വെറുതെ തിന്ന് കൊഴുക്കുന്നതല്ലാതെ ഈ പൂച്ചയെ കൊണ്ട് ഇവിടെ ഒരു ഉപകാരവുമില്ല. എന്താ സരസു? ഓ, ഇവിടുത്തെ പൂച്ചയുടെ കാര്യം പറഞ്ഞതാണേ. എലിയെ പിടിക്കാൻ വേണ്ടി ഒരു പൂച്ചയെ വാങ്ങി. അതിനിപ്പോ എന്തു പറ്റി? പൂച്ച തിന്ന് കൊഴുക്കുകയും ചെയ്തു, എലികൾ പെറ്റ് പെരുകയും ചെയ്തു. കൺമുന്നിലൂടെ എലി ഓടിയാലും ആ പൂച്ച കണ്ട ഭാവം നടിക്കില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? സത്യത്തിൽ മിട്ടുപൂച്ച എലികളുടെ ശത്രുവല്ല, മിത്രമാണ്. ഓ, വെറുതെ ഒച്ച വെക്കാതെ ഒന്ന് പോടേ. ഞാനൊന്ന് ഉറങ്ങട്ടെ.
എടാ തടിയാൻ പൂച്ചേ, നീ ഇത് കണ്ടില്ലേ? തിന്ന് തടിച്ച് കൊഴുത്ത് മടിയനായി വളർന്ന മിട്ടുപൂച്ചയെ കൊണ്ട് ഒരു ഉപകാരവുമില്ലെന്ന് മനസ്സിലാക്കിയ വീട്ടുകാർ ഒരു ദിവസം ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവനെ ഉപേക്ഷിച്ചു. ഓ, എലികളെ കൊണ്ട് പൊറുതിമുട്ടി ഒരു പൂച്ചയെ വളർത്തിയിട്ട് അതും വെറുതെയായി. എലിയെ തോൽപ്പിക്കാൻ ഇല്ലം ചുട്ടു എന്ന് കേട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. സരസു, ദേ ഒരു പൂച്ച വരുന്നു. ഇത് മിട്ടുപൂച്ചയല്ലേ? 2 ആഴ്ച കൊണ്ട് ഇവൻ ആകെ അങ്ങ് മെലിഞ്ഞല്ലോ. ഇനി ഇതിന് ഞാൻ തീറ്റ കൊടുക്കില്ല, പട്ടിണി കിടക്കട്ടെ. പട്ടിണി കിടന്നപ്പോ കഷ്ടപ്പെട്ട് ഇര പിടിച്ച് ജീവിക്കാൻ അവൻ പഠിച്ചു. ഇനി ഇവിടത്തെ എലികളെ മുഴുവൻ നമ്മുടെ മിട്ടു തിന്നു തീർത്തോളും. മടി മാറി മിടുക്കനായ മിട്ടുപൂച്ച ആ വീട്ടിലെ എലികളെ എല്ലാം ഇല്ലാതാക്കി. അങ്ങനെ മിട്ടു അവർക്ക് ഏറെ പ്രിയപ്പെട്ടവനായി. പണ്ടൊരിക്കൽ ഒരിടത്ത് വീരശൂര പരാക്രമിയായൊരു പൂച്ചയുണ്ടായിരുന്നു. അവിടെയുള്ള എലികളെ വേട്ടയാടിയാണ് അവൻ ജീവിച്ചത്. അയ്യോ ചേട്ടാ, എന്നെ കൊല്ലല്ലേ. ഏയ് ഇല്ലടാ, നിന്നെ ഞാൻ കൊല്ലില്ല. കൊല്ലാതെ ജീവനോടെ അങ്ങ് വിഴുങ്ങാം. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. പൂച്ചയ്ക്ക് വയസ്സായി. പ്രായം ചെന്നപ്പോൾ അവൻ എലികളെ പിടിക്കാൻ ബുദ്ധിമുട്ടായി. ഇങ്ങനെ പോയാ ഞാൻ പട്ടിണി കിടന്ന് മരിക്കും. ഇര പിടിക്കാൻ എന്തെങ്കിലും സൂത്രം കണ്ടെത്തണം. കിട്ടിപ്പോയി. അത് തന്നെ സൂത്രം. അങ്ങനെ പൂച്ച ഒരു സന്യാസിയുടെ വേഷം കെട്ടി എലികളുടെ മാളത്തിന്റെ അരികിലുള്ള ഒരു പാറപ്പുറത്ത് ധ്യാനനിരതനായിരുന്നു. എവിടെ നിന്നാണ് ആ ശബ്ദം? അറിഞ്ഞോ, നമ്മുടെ മാളത്തിന് കുറച്ച് അകലെയായി ഒരു പൂച്ച സന്യാസി ഇരിക്കുകയാണ്. അയ്യോ, നമ്മളെ കൊല്ലാനാണോ? ഒരു പാറപ്പുറത്ത് കണ്ണടച്ചിരിപ്പാണ്. എന്തോ പെറുപെറുക്കുന്നുമുണ്ട്. എങ്കിൽ നമുക്ക് ആ പൂച്ച സന്യാസിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. അങ്ങനെ എലികളെല്ലാവരും പൂച്ച സന്യാസിയെ കാണാനായി മാളത്തിന്റെ പുറത്തിറങ്ങി. ഞാൻ ആ പൂച്ച സന്യാസിയുടെ മുന്നിലൂടെ നടന്നു. എന്നിട്ടും അവൻ എന്നെ പിടിക്കാൻ വന്നില്ല. എങ്കിൽ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ അതിനെ മുട്ടിയൊരുമി നോക്കി. ഞാനും അത് ശ്രദ്ധിച്ചു. പൂച്ച സന്യാസി ഇനി നമ്മളെ ആക്രമിക്കുമെന്ന് തോന്നുന്നില്ല.
മ്യാവൂ ക്രീം വനമതായ നമ. മ്യാവൂ ക്രീം വനമതായ നമ. എല്ലാ എലിപ്പൈതങ്ങളും കേട്ടുകൊള്ളുവിൻ. ഇനിമേൽ നാം നിങ്ങളെ ആരെയും തിന്നുകയില്ല. നിങ്ങളെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാനാണ് നാം വന്നിരിക്കുന്നത്. നാം ഒരുപാട് എലികളെ കൊന്നു തിന്നിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്താപം കൊണ്ടാണ് നാം സന്യാസിയായി മാറിയത്. ഈ വനലോകത്താകെ ശാന്തി വരുത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാ എലിപ്പൈതങ്ങളും വന്ന് അനുഗ്രഹം വാങ്ങുവിൻ. മ്യാവൂ ക്രീം വനമതായ നമ. അങ്ങനെ എല്ലാ എലികളും പൂച്ച സന്യാസിയുടെ അനുഗ്രഹം വാങ്ങുക പതിവാക്കി. ഒരു ദിവസം സന്യാസിയുടെ അനുഗ്രഹവും വാങ്ങി എലികൾ പിരിയാനൊരുങ്ങുമ്പോൾ, ഏയ് എലിപ്പൈതങ്ങളെ, എല്ലാവരും ഒന്ന് നിൽക്കൂ. എന്താ സ്വാമിജി? നിങ്ങൾക്ക് ഒരു ആപത്ത് വരാൻ പോകുന്നു. അയ്യോ, എന്താപത്താണ് സ്വാമി? അങ്ങ് കിഴക്കൻ മലയിൽ നിന്ന് നിങ്ങൾക്കൊരു ശത്രു വരുന്നതായി നാം കാണുന്നു. സ്വാമിജി, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഏയ് ഭയപ്പെടേണ്ട, നമുക്കൊരു ശത്രു സംഹാര പൂച്ച നടത്താം. പൂച്ചയോ? അല്ല, പൂജ. അതിനായി നിങ്ങൾ ഓരോരുത്തരായി എൻ്റെ ആശ്രമത്തിലേക്ക് വന്നാൽ മതി. പിന്നെ നിങ്ങൾക്കാരെയും ഭയക്കാതെ ഈ കാട്ടിൽ എവിടെയും ജീവിക്കാം. സ്വാമിജി, അങ്ങ് ഒരു കാരുണ്യവാൻ തന്നെ. ഞങ്ങൾ ഒന്നൊന്നായി അങ്ങയുടെ ആശ്രമത്തിൽ എത്തിക്കോളാം. അങ്ങനെ ഓരോ ദിവസവും ശത്രു സംഹാര പൂജയ്ക്കായി എലികൾ ഓരോരുത്തരായി പൂച്ച സന്യാസിയുടെ ആശ്രമത്തിൽ എത്താൻ തുടങ്ങി. വരൂ വത്സ, കടന്നു വരൂ. കടന്നു വരൂ. എന്നാൽ പൂച്ച സന്യാസിയുടെ ആശ്രമത്തിലേക്ക് പൂജയ്ക്ക് പോയ എലികളൊന്നും തിരികെ വരാതായപ്പോൾ എലികളിൽ ചിലർക്ക് സംശയമായി. പൂജയ്ക്ക് പോയ ചങ്ങാതിമാരെയൊന്നും ഈ സ്വാമി തിരികെ വിടാത്തത് എന്താണ്? പൂജകൾ കഴിഞ്ഞു കാണില്ലായിരിക്കും. നമുക്ക് സ്വാമിജിയുടെ ആശ്രമം വരെ പോയാലോ? അങ്ങനെ എലികളുടെ കൂട്ടത്തിൽ നിന്ന് ചിലർ പൂച്ച സന്യാസിയെ കാണാൻ തീരുമാനിച്ചു. മ്യാവൂ ക്രീം വനമതായ നമ. മ്യാവൂ ക്രീം വനമതായ നമ. സ്വാമിജി, പൂജയ്ക്ക് വന്നവരൊന്നും തിരികെ മാളങ്ങളിൽ എത്തുന്നില്ല. ആശ്രമത്തിൽ വന്നവരെല്ലാം ശത്രു സംഹാര പൂജയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവർ ഉടൻ മടങ്ങി വരും. നിങ്ങൾ ഭയപ്പെടണ്ട. കൂട്ടുകാരെ, ഇതിലെന്തോ ദുരൂഹതയുണ്ട്. എങ്കിൽ നമുക്കത് കണ്ടുപിടിക്കണം. അങ്ങനെ ആ 3 എലികളും ചേർന്ന് പൂച്ചയുടെ ആശ്രമത്തിലേക്ക് ഒരു തുരങ്കമുണ്ടാക്കി. അതിലൂടെ അവർ ആശ്രമത്തിന്റെ ഉള്ളിലേക്ക് കടന്നു. അവിടെ എത്തിയപ്പോൾ എലികൾ കണ്ടത്, അയ്യോ, ഇതൊരു കൊടും ചതിയാണല്ലോ. നമ്മുടെ കൂട്ടുകാരെ എല്ലാം ഈ പുച്ച സന്യാസി കൊന്നു തിന്നു. ചാതിയൻ. ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. പൂച്ച സന്യാസിയെ ഒരു പാഠം പഠിപ്പിക്കാൻ എലികൾ തീരുമാനിച്ചു. അതിനായി അവർ ഒരു പദ്ധതി തയ്യാറാക്കി. അടുത്ത ദിവസം തന്നെ 2 എലികൾ പൂച്ച സന്യാസിയുടെ ആശ്രമത്തിന്റെ മുന്നിലെത്തി. സ്വാമിജി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്. അങ്ങ് ഈ കുഞ്ഞു പൈതങ്ങൾക്കായി ഒരു പൂജ നടത്തണം. എന്റെ നല്ല സമയത്താണ് നിങ്ങൾക്ക് ഇവരെ കൊണ്ടുവരാൻ തോന്നിയത്. ആരുടെ സമയം?
എന്റെ അല്ല, നിങ്ങളുടെ നല്ല സമയം. നാക്കുളക്കിയതാ. ഓ, നല്ല ശത്രുദോഷമുണ്ട്. ഞാൻ വേഗം പോയി തീർത്തിട്ട് വരാം. മ്യാവ്. എലിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് പൂജ ചെയ്യാൻ അകത്തേക്ക് പോയ പൂച്ച സന്യാസി അല്പസമയത്തിന് ശേഷം പുറത്തേക്ക് വന്നു. സ്വാമിജി, എന്തായി? ശത്രുദോഷം തീർന്നോ? പൂച്ച സന്യാസിക്ക് കൊടുത്തത് കോലരക്കാണെന്ന് പൂച്ച അറിഞ്ഞതേയില്ല. പൂച്ച 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 സന്യാസി, പൂച്ച 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 സന്യാസി. ചിന്നു, സൂക്ഷിച്ച് അവന്റെ മാന്തല് കിട്ടാതെ നോക്കണേ. ആ അമ്മേ. അങ്ങനെ. ഹായ്, കൊള്ളാലോ, നല്ല കളി. ഒന്ന് പോയി നോക്കിയാലോ, എന്നെയും കൂട്ടുമായിരിക്കും. അവരുടെ രസകരമായ കളിയും തന്റെ വിശപ്പും കാരണം നായ്ക്കുട്ടി ഗേറ്റ് കടന്ന് വീടിന്റെ മുറ്റത്തേക്ക് മാലാട്ടിക്കൊണ്ട് ചെന്നു. ഇവനാരാ? മുമ്പെങ്ങും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് വരാവോ? പണി പാളി. ഇനി എന്റെ കാര്യം ഗോവിന്ദ. നിന്നോട് ആരാ കണ്ട ചാവാലി പട്ടിയൊക്കെ തൊടാൻ പറഞ്ഞത്? നല്ല തല്ല് വെച്ചേരും ചിന്നു. ഇങ്ങ് വന്നേ, കൈ കഴുകി തരാം. ചിന്നുവിന് സങ്കടമായി. രക്ഷപ്പെട്ടു. പാവം നായ്ക്കുട്ടി ഗേറ്റിന് പുറത്തു ചെന്ന് വീട് നോക്കിയിരിപ്പായി. അയ്യേ കഷ്ടം. നീ എന്തൊരു മണ്ടനാടാ. ക്ഷണിക്കാത്ത സ്ഥലത്ത് ആരേലും വലിഞ്ഞു കയറി വരോ? നീ എന്താ ഇങ്ങനെ പറയുന്നത്? എന്നോടും കുറച്ച് കരുണയൊക്കെ കാണിച്ചൂടെ അവർക്ക്? അതിന് നിന്നെ കാണാൻ ഒരു വൃത്തിയില്ലല്ലോ. എന്നെ നോക്ക്, ഞാൻ എത്ര വെളുത്തിട്ടാ. കാണാൻ എന്തൊരു മെനേ എനിക്ക്. നീ വേഗം സ്ഥലം വിടാൻ നോക്ക്. നായ്ക്കുട്ടിയെ കളിയാക്കിയ ശേഷം അഹംഭാവത്തോടെ പൂച്ചക്കുട്ടി വീടിനകത്തേക്ക് പോയി. ചിന്നുവിനെ കണ്ട നായ്ക്കുട്ടി സ്നേഹത്തോടെ മാലാട്ടി എഴുന്നേറ്റ് നിന്നു. അത് കണ്ട ചിന്നുവിന് എന്തെന്നില്ലാത്ത സന്തോഷവും. നായ്ക്കുട്ടാ വാ, നിനക്ക് വിശക്കുന്നുണ്ടോ? ഇതെല്ലാം ഒളി കണ്ടിട്ട് നോക്കിക്കൊണ്ടിരുന്ന പൂച്ചക്കുട്ടി ചിന്നുവിന്റെ പിന്നാലെ കൂടി. ചേടാ, ഇത് വലിയ പൊല്ലാപ്പായല്ലോ. ഇനി എന്തൊക്കെ സംഭവിക്കുമോ ആവോ. എന്നോടല്ലേ പറഞ്ഞ സ്ഥലം വിടാൻ? നീ ഇതുവരെ പോയില്ലല്ലേ? ഇവിടത്തെ കുട്ടിക്ക് എന്നോട് സ്നേഹമുള്ളതായി തോന്നി. നോക്കിക്കോ, ഞാനിപ്പോ കാണിച്ചു തരാം. നീ വയറ് നിറച്ച് കഴിച്ചോളൂ കേട്ടോ. ചിന്നു, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? വല്ല അസുഖം വരുത്തി വെക്കും. അങ്ങനെ തന്നെ വേണം. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും.
കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്തോ നാടേ, നിന്റെ തലയിൽ കളിമണ്ണാണോ? അടി കെട്ടണ്ടല്ലോ, ഇവിടെ നിന്ന് വേഗം പൊയ്ക്കോ. നായ്ക്കുട്ടി വേറെ മാർഗമില്ലാതെ വിഷമിച്ചു അവിടെ നിന്ന് പോയി. ഇത് കണ്ട പൂച്ചയ്ക്ക് സന്തോഷമായി. അമ്മേ, ഞാൻ ഷാരിയുടെയും ലല്ലുവിന്റെയും കൂടെ കളിക്കാൻ പൊയ്ക്കോട്ടെ? പൊയ്ക്കോ, പക്ഷെ സന്ധ്യക്ക് മുമ്പ് തിരിച്ചു വരണം കേട്ടോ. ആ അമ്മേ, വേഗം വരാം. ആ ഞാനെണ്ണ, നിങ്ങൾ വിളിച്ചോ. 1 2 3 4 5 6 7 8 9 10. അയ്യോ അയ്യോ, ആ അമ്മേ, അയ്യോ അയ്യോ ചിന്നു, അയ്യോ ചിന്നു, എനിക്ക് പേടിയാവുന്നു. കുഴിയിൽ നിന്നും കയറാൻ കഴിയാതെ ചിന്നു കരയാൻ തുടങ്ങി. അയ്യോ, നമുക്ക് വീട്ടിൽ പോവാം. ഓടിക്കോ. അങ്ങനെ കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരും ഓടി രക്ഷപ്പെട്ടു. അയ്യോ, ഇവനെന്തായി കാണിക്കുന്നത്? വിശപ്പ് തലയ്ക്ക് പിടിച്ച് ഇവന് വട്ടായോ? എന്താ ഇത്? എന്താടാ, എന്ത് പറ്റി നിനക്ക്? എന്തോ ഉണ്ട്, ഇല്ലെങ്കിൽ ചിന്നുവിന്റെ അമ്മ പറകെ പോയില്ല. എന്തായാലും കൂടെ പോകുന്നതാണ് ബുദ്ധി. അമ്മേ അമ്മേ, അയ്യോ അമ്മേ. മോള് കരയണ്ട കേട്ടോ. എന്താ, പേടിച്ചോ? സാരമില്ല, അമ്മ എത്തിയില്ലേ, കരയണ്ട. പോട്ടെ പോട്ടെ കേട്ടോ. നീയാണ് എന്റെ മോളെ രക്ഷിച്ചത്. നീ ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞാ മതി. പൊന്നു മുതൽ ഇവനും വീട്ടിലുണ്ടാകും. നേരത്തെ അവനെ പരിഹസിക്കണ്ടായിരുന്നു. ആകെ ചമ്മലായല്ലോ. ചിന്നുവും അമ്മയും നായ്ക്കുട്ടിയും കൊണ്ട് വീട്ടിലേക്ക് പോയി. കൂട്ടുകാരാ, ഞാൻ നേരത്തെ എന്തൊക്കെയോ നിന്നോട് പറഞ്ഞു. അതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ പ്ലീസ്. വിവരദോഷികൾ പറയുന്നതും കാണിക്കുന്നതും ഞാൻ കണക്കിലെടുക്കാറില്ല. പണ്ട് ഒരു നാട്ടിൻ പുറത്ത് 2 പൂച്ചക്കുട്ടികൾ ഉണ്ടായിരുന്നു. വെളുമ്പനും കറുമ്പനും. അവര് 2 പേരും വലിയ കുസൃതിക്കാരായിരുന്നു. തക്കം കിട്ടിയ അവരാഹാര സാധനങ്ങൾ കട്ട് തിന്നും. അങ്ങനെ ഇരിക്കെ വെളുമ്പനും കറുമ്പനും മോഷ്ടിക്കാനായി ഒരു വീട്ടിൽ കടന്നു. അവർക്ക് അവിടെ നിന്ന് ഒരു നെയ്യപ്പം കിട്ടി.
കയ്യിൽ കിട്ടിയ നെയ്യപ്പവുമായി വിളുമ്പനും കറുമ്പനും പുറത്തിറങ്ങി. ആ നെയ്യപ്പം പങ്കിട്ടെടുക്കാൻ അവര് തീരുമാനിച്ചു. അങ്ങനെ കറുമ്പൻ അത് രണ്ടായി പകുത്തു. അപ്പോഴോ ഒരു കഷണം വലുതും ഒരു കഷണം ചെറുതും. വലിയ അപ്പക്കഷണത്തിനായി ഇരുവരും കലഹിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് മരക്കൊമ്പിൽ ഒരു കുട്ടിക്കൊരങ്ങൻ ഇരിപ്പുണ്ടായിരുന്നു. അവൻ താഴേക്ക് ഇറങ്ങി വന്ന് പൂച്ചക്കുട്ടികളോട് പറഞ്ഞു, കൂട്ടുകാരെ, നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം ഞാൻ പരിഹരിക്കാം. ഒന്ന് വലുതും ഒന്ന് ചെറുതും. ഇത് ഞാൻ നിങ്ങൾക്ക് തുല്യമായി പങ്കുവയ്ച്ചു തരാം. ഓ, ഇതൊരൽപ്പ വലുതാണല്ലേ. ഇതാ പിടിച്ചോ. ഇതൊരൽപ്പ വലുതാണല്ലേ. ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പോഴോ? പിന്നെയും കുഴഞ്ഞല്ലോ. അങ്ങനെ സൂത്രത്തിൽ അപ്പം മുഴുവൻ കൊരങ്ങൻ വയറ്റിലാക്കി. എന്നിട്ട് അടുത്തുള്ള മരത്തിലേക്ക് ചാടിക്കയറി. ഇളിഭ്യരായ പൂച്ചക്കുട്ടികൾ തലയും താഴ്ത്തി നടന്നുപോയി. ആഹാ, ഒരു വർഷത്തേക്ക് കഴിക്കാനുള്ള കപ്പയും ഗോതമ്പും നെല്ലും ഒക്കെ ആയി. ഹലോ, ആരോ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഹലോ, മേ ഐ കമിങ് മോഷു? ഹൗ ആർ യു? ഹായ്, ചങ്ങാതി സ്റ്റാൻലി. യെസ് മോഷു, തന്റെ ഹൗസിലേക്ക് ഒന്ന് വരണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇന്നാണ് ടൈം കിട്ടിയത്. ഒത്തിരി നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. പിന്നെ പട്ടണത്തിലെ വിശേഷങ്ങളൊക്കെ പറയൂ. ഓ, പരമസുഖമാടോ. അതൊക്കെ പോട്ടെ, തന്റെ വിശേഷങ്ങൾ പറയൂ. സുഖം തന്നെ. ഒരു വർഷത്തേക്ക് കഴിക്കാനുള്ളതെല്ലാം ഞാൻ ശേഖരിച്ചു വച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആരുടെയും ഒരു ശല്യവുമില്ല. ഓ, ഭയങ്കര വിശപ്പും ദാഹവും. തിന്നാൻ എന്തെങ്കിലും എടുക്ക്. തിന്നാൻ ഗോതമ്പും കുടിക്കാൻ ബാർലി വെള്ളവും ഉണ്ട്. എടുക്കട്ടെ? ബാറിലെ വെള്ളമോ? എന്നാ പിന്നെ അതാദ്യം എടുക്ക്. അയ്യേ, ബാറിലെ വെള്ളമല്ല, ബാർലി വെള്ളം. ഒരു ഗ്ലാസ് കുടിച്ചാൽ ക്ഷീണമൊക്കെ പമ്പ കിടക്കും. ഓ, ഒരു രുചിയുമില്ല. സത്യം പറഞ്ഞാൽ ഈ വെള്ളം എനിക്കിഷ്ടപ്പെട്ടില്ല. എന്നാ പിന്നെ തിന്നാൻ എടുക്കട്ടെ ചങ്ങാതിക്ക്? ഗോതമ്പ് വേണോ, അതോ നെല്ല് വേണോ, അതോ കപ്പ വേണോ? എനിക്കത് മൂന്നും വേണം. എന്നതായിരിക്കുന്നു. ഇഷ്ടം പോലെ എടുത്ത് കഴിച്ചു. കൊള്ളാം. ഇവന്റെ ആക്രാന്തം കണ്ടിട്ട് ഇത് മുഴുവൻ ഒറ്റയടിക്ക് കഴിച്ചു തീർക്കുമെന്ന് തോന്നുന്നല്ലോ. പട്ടണത്തിൽ ഇവൻ പട്ടിണിയിലായിരുന്നു.
എന്താടേ എന്താടേ മതിയാക്കിയോ? ഓ മതിയേ, ഒന്നിനും ഒരു രുചിയുമില്ല. ഇതൊക്കെയാണോ നീ കഴിക്കുന്നത്? ഹോ, കഷ്ടം. ഉറുമ്പുകളെക്കാൾ ദയനീയമാണ് നിന്റെ ഈ ജീവിതം. ഏയ് അങ്ങനെയൊന്നുമല്ല, ഞാനിവിടെ ഹാപ്പിയാണ്. എന്തോന്ന് ഹാപ്പിയടോ മൂശു? തനിക്ക് എൻ്റെ കൂടെ പട്ടണത്തിലേക്ക് വരാമോ? സുഖജീവിതം എന്താണെന്ന് ഞാൻ തനിക്ക് കാട്ടിത്തരാം. ആദ്യം താൻ എൻ്റെ കൂടെ വാ. എന്നാൽ അതൊന്ന് എനിക്കും കാണണമല്ലോ. ഞാനും നിന്നോടൊപ്പം പട്ടണത്തിലേക്ക് വരാം. എന്താ ഇത്? ഈ രാജകൊട്ടാരത്തിലാണോ ചങ്ങാതി നിന്റെ താമസം? ഇവിടെ തന്നെ. എന്താ തനിക്ക് വിശ്വാസം വരുന്നില്ലേ? നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ടെൽ മീ നിനക്ക് എന്താണ് വേണ്ടത്? മാറ്റാൻ ചിക്കൻ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. തിന്നാൻ പറ്റുന്ന എന്തായാലും കുഴപ്പമില്ല, എടുത്തോളൂ. എന്നാൽ സംസാരിക്കാതെ, ഒട്ടും ശബ്ദമുണ്ടാക്കാതെ എൻ്റെ പിന്നാലെ പതിയെ ഇഴഞ്ഞു പോന്നോളൂ. ഈശ്വരാ, കാലും കൈയും ഉണ്ടായിട്ടും ഇഴഞ്ഞു നീങ്ങേണ്ട അവസ്ഥ. ഇവിടെ ഇരിക്കുന്ന പാത്രങ്ങളിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട്. ഇഷ്ടമുള്ളത് ആവശ്യത്തിന് എടുത്തങ്ങ് വെട്ടി വിഴുങ്ങിക്കൊള്ളാം. ആരും വിളമ്പി തരില്ല. ബോഫയാണ്, ബോഫേ. ഹോ, ഇതുപോലെ വില കൂടിയ ഭക്ഷണ സാധനങ്ങൾ ഒന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എങ്കിലും ഒരു സംശയം. എന്താന്ന് സംശയം? അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ? ചോദിക്കടോ തന്റെ സംശയം. ഇവിടെ ഈ പാത്രങ്ങളിലിരിക്കുന്ന പകുതി കടിച്ച ചിക്കൻ കാലും, കുഴച്ചു മറിച്ച ബിരിയാണിയും, പാതി മുറിഞ്ഞ ആപ്പിളും അതൊക്കെ കാണുമ്പോ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആരോ കഴിച്ചിട്ട് വെച്ചതിന്റെ ബാക്കിയാണെന്ന്. അതേടോ, ഇതൊക്കെ മനുഷ്യര് കഴിച്ചതിന്റെ ബാക്കിയാണ്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇത്രയധികം വെറൈറ്റി ഫുഡുകൾ കഴിക്കാൻ കിട്ടുക ഒരു ഭാഗ്യം തന്നെ അല്ലേ? ഇവിടെ എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും പരമസുഖമാടോ. ഓ, ചങ്ങാതിക്ക് ഇവിടെ സുഹൃത്തുക്കളും ഉണ്ടോ? പിന്നെ തനിക്കവരെ കാണണോ? ഞാൻ വിളിക്കാം. തൊരപ്പണ്ണ, പെരിച്ചാഴി മാമ, ആറ്റലി, നീറ്റലി, ചുണ്ടലി, ചുമലലി, വെള്ളലി, വിറകലി, കറ്റലി, കരളി. വാടാ മക്കളെ, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ഇത് അങ്ങ് ഗ്രാമത്തിൽ താമസിക്കുന്ന എൻ്റെ ഒരു പഴയ ചങ്ങായി. പേര് മൂശു. കൂട്ടുകാരാ, നെല്ലും ഗോതമ്പും കപ്പയും മാത്രം തിന്നുകൊണ്ട് ഗ്രാമത്തിൽ ജീവിക്കുന്ന തനിക്ക് ഇപ്പൊ മനസ്സിലായില്ലേ ഈ പട്ടണത്തിൽ എൻ്റെ ജീവിതം അടിപൊളിയാണെന്ന്? മനസ്സിലായേ? ആട്ടവും പാട്ടും തുടങ്ങണ മക്കളെ. അയ്യോ അയ്യോ കൂട്ടുകാരെ, വേഗം ഒളിച്ചോ. ചങ്ങാതി, നമ്മൾ എന്തിനാ ഇവിടെ പതുങ്ങിയിരിക്കുന്നത്? വാ, നമുക്ക് കഴിക്കാം. ജീവൻ വേണമെങ്കിൽ മിണ്ടാതിരിക്കടാ. അത്രമാത്രം ശ്രദ്ധയോടെ ഇരുന്നിട്ടും നമ്മുടെ കണ്ണുപെട്ട് ചെടികൾ ഇതിനകത്ത് കയറിയല്ലോ. ആ എലികളെ എങ്ങാനും എന്റെ കയ്യിൽ കിട്ടിയാൽ കടിച്ചു കയറി തിന്നു ഞാൻ. അവർ ഇതിനകത്ത് തന്നെ ഉണ്ടാകും. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ഞാൻ അവരെ പിടിക്കും. ഭാഗ്യം,
നായ്ക്കൾ നമ്മളെ കണ്ടില്ല. ഞാൻ വല്ലാതെ ഭയന്നുപോയി. ഭയം അങ്ങനെ ഒരു സാധനം എനിക്കില്ല. എന്നാ എന്റെ കൂട്ടുകാരൊക്കെ പേടിത്തൊണ്ടന്മാരാണ്. കണ്ടില്ലേ അവരൊക്കെ ഓടി ഒളിച്ചത്. വാ നമുക്ക് കഴിക്കാം. ഇനി കഴിക്കണോ ചങ്ങാതി? എന്റെ വിശപ്പൊക്കെ പോയി. താൻ വാടോ. എന്നെ പോലൊരു ഭാഗ്യവാൻ ഈ ലോകത്തില്ല. എന്താ തനിക്ക് എന്നോട് അസൂയ തോന്നുന്നുണ്ടോ? ചെറുതായിട്ട് തോന്നുന്നുണ്ട്. എന്നാ പിന്നെ മൂഷു വേഗം ഒളിച്ചോടാ. എന്റെ അമ്മോ, കണ്ടാമ്പൂച്ചകള്! ആശാനെ, ഇതിന്റെ തേല് കയറിയിട്ടുണ്ട്. എനിക്ക് മണം കിട്ടി. എനിക്കും കിട്ടി മണം. നല്ല ചിക്കൻ ബിരിയാണിയുടെ മണം. ഇതിനകത്തെലികളുണ്ട്. ഇന്ന് ഞാൻ അവയെ പിടിക്കും. അച്ഛാ, ദേ ക്ലീനിങ് റൂമിൽ പൂച്ച കയറി. ആശാനെ, വേഗം പുറത്ത് കടന്നോ, ഇല്ലേ മുതലാളി നമ്മളെ തല്ലിക്കൊല്ലും. അയ്യോ, എടാ മൂഷുവേ, പേടിച്ച് പതുങ്ങിയിരിക്കാതെ പുറത്തു വായോ. പൂച്ചകളൊക്കെ പോയി. നീ എന്താ പേടിച്ച് വിറയ്ക്കുന്നത്? ഈ പാത്രത്തിലെ ചിക്കനും മട്ടനും ഒക്കെ നമുക്ക് കഴിക്കണ്ടേ? ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഈ സാഹചര്യത്തിൽ എനിക്കിവിടെ നിന്ന് സമാധാനത്തോടെ ഒന്നും കഴിക്കാൻ പറ്റില്ലടോ. ഇങ്ങനെ പേടിച്ചുള്ള ഈ പട്ടണ ജീവിതത്തെക്കാൾ ഭേദം സമാധാനത്തോടു കൂടിയുള്ള എൻ്റെ ഗ്രാമത്തിലെ ജീവിതം തന്നെയാണ്. അതുകൊണ്ട് സ്റ്റാൻലി, ഞാൻ പോകുന്നു. നീ പൊയ്ക്കോ. ഗ്രാമത്തിലെ നെല്ലും ഗോതമ്പും നിന്ന് ജീവിക്കാനാണ് നിന്റെ വിധി. അതേ കൂട്ടുകാരെ, ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു വെക്കുന്ന നെല്ലും ഗോതമ്പും കപ്പയും കഴിക്കുമ്പോൾ എനിക്ക് സന്തോഷവും സമാധാനവും ഉണ്ട്. ഇവിടെ മറ്റുള്ളവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കഴിക്കുന്ന തനിക്ക് എന്തെങ്കിലും സമാധാനമുണ്ടോ? അതുകൊണ്ട് ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് തന്നെ പോകുന്നു.